ഹായ് ഹലോ. ഇപ്പം ഇത് കാണുന്ന നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ ശാന്തി ദൂത് വരുന്നതിൻ്റെ ആ ഒരു ബ്ലോക്കാണ് കേട്ടോ. അതായത് ഡിസംബർ 23 ആയിരുന്നു ശാന്തി ദൂതിൻ്റെ വന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അതിൻ്റെ മിനി സിവിൽ സ്റ്റേഷൻ്റെ അവിടെയാണ്, നമ്മുടെ കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ. നമ്മളെല്ലാ വട്ടം ഈ സ്റ്റെപ്പിൽ തന്നെയാണ് എല്ലാവരും കാണാറിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ ഈ ശാന്തി ദൂത് കാണുന്നത്. കാരണം ആ ടൈമിലൊന്നും ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. ഞങ്ങളിങ്ങനെ സ്റ്റെപ്പിലിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ബലൂണൊക്കെ ആയിട്ട് ഡോറയുടെയും ബുജ്ജിയുടെയും കുറേ ഇതൊക്കെ ആയിട്ട് ഒരു ചേട്ടൻ ഇതിലെ കൂടെ ഇങ്ങനെ കയറി വരുന്നത് കാണുന്നത്. സത്യം പറഞ്ഞ ചേട്ടൻ നല്ല മാർക്കറ്റിംഗ് ഉണ്ട്. കാരണം ഞങ്ങൾ കുറേ കുട്ടികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിള്ളേരൊക്കെ, അതുകൊണ്ടാണ് വന്നത്. അപ്പോഴത്തേക്കാണ് നമ്മൾ ശാന്തിയിൽ ഇങ്ങനെ കടന്നു വരുന്നത്. നല്ല ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ എല്ലാ വർഷത്തേക്കാളും ഈ വർഷം നന്നേ ആൾ കുറവായിരുന്നു. നന്നേ ആൾ കുറഞ്ഞു വെച്ചാൽ നന്നേ ആൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ചെണ്ടമേളം അതൊരു രക്ഷയില്ല കേട്ടോ. സൂപ്പറായിരുന്നു. അവർ നന്നായിട്ട് കൊട്ടി ആ സൗണ്ട് അങ്ങനേ നമുക്ക് കേൾക്കാമായിരുന്നു. അത് ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെണ്ടമേളമാണല്ലോ നമ്മുടെ ഒരു ട്രഡീഷണൽ, അതില്ലാതെ എന്ത് ദൂതല്ലേ. അതാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് അതായിരുന്നു. അതിൻ്റെ പുറകെ പിന്നെ ഉള്ള ആൾക്കാരെല്ലാം, പക്ഷെ ആൾ കുറവായിരുന്നു കേട്ടോ. കാരണം കൂടുതലും എല്ലാവരും പള്ളിമുറ്റത്ത് തന്നെയായിരുന്നു നിൽക്കുന്നത്. എല്ലാവർക്കും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ കുട്ടികളും ചേച്ചിമാരൊക്കെ റെഡും വൈറ്റും ഇട്ട് പിന്നെ ബാൻഡ് മേളം അങ്ങനെ കുറേയൊക്കെ ആയിരുന്നു അതിൻ്റെ പുറകെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ വന്ന സ്പോട്ടിൽ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഇവർ നന്നായിട്ട് ചെണ്ട കൊട്ടുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ കുറേ നേരം, കാരണം ഇങ്ങനെ വരണമല്ലോ, ബ്ലോക്ക് കടത്തി വരണം, ആൾക്കാരുടെ നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരിതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഇങ്ങനെ വന്നത് ഈ പെൻഗ്വിനെ ഒരു ആർട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അതൊരു ജീപ്പയിൽ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അത് പെൻഗ്വിൻ ഇങ്ങനെ റിബണൊക്കെ കെട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആർട്ട് വർക്കായിരുന്നു. അതിന് പുറകെ പിന്നെ ഒരു കുട്ടി ക്രിസ്മസ് പാപ്പാനെ ഷൂവിലൊക്കെ ഇരുത്തി ലൈറ്റൊക്കെ ചെയ്തായിരുന്നു പിന്നെ അതിൻ്റെ പുറകെ വന്നിരുന്നത്. എന്നിട്ട് ആളാണെങ്കിൽ ടാറ്റൊന്നും തരുന്നില്ല. ഇവിടെയുള്ളവരെല്ലാം കൂവി വിളിച്ചിട്ട് ഒരു മൈൻഡ് പോലും ഇല്ലായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞപ്പോൾ ആളൊന്ന് കൈ കാണിച്ച്, കാരണം കൂടുതലും ചമ്മലൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ നല്ലൊരു വെഞ്ചാമരം ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ അവർ ജസ്റ്റ് ഒന്ന് കുലുങ്ങിയാൽ തന്നെ അത് നന്നായിട്ട് കറക്കും. അതിൻ്റെ പുറകിലൊരു തമ്പോലൊന്നും ഇട്ടൊരു ബാൻഡ് സെറ്റ്, എൻ്റെ പൊന്നോ രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സംഭവം കേട്ടോ അത്. അടിച്ചു കൊടുക്കടി പാവം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കുമ്പോഴായിരുന്നു ഒരു ചിമ്പാൻസിക്കുട്ടൻ ഓടി ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. കാരണം ഞങ്ങളവിടെ കൈ കൊട്ടുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാവണം കുഞ്ഞി പിള്ളേരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്തോട്ട് വന്നിട്ട് ഞങ്ങൾ നന്നായിട്ട് കിടന്ന് തുള്ളുമായിരുന്നു. നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. അതിനകത്തൊരാളുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ആൾ ഭയങ്കര പൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൾ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നൊരു പോക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായതായിരുന്നു. കാരണം ഇങ്ങനെ ഒറ്റച്ചാട്ടത്തിന് താഴെ ചെന്ന്, കാരണം കുറച്ച് നേരം ഡാൻസ് കളിച്ചു. കാരണം ഞങ്ങൾ അവിടെ നിന്ന് കൈ കൊട്ടി, അതാണ് അത് അത്രയും നേരം ഇരുന്നത് കേട്ടോ. ആളിപ്പോൾ ഒരു ഒറ്റച്ചാട്ടത്തിന് അങ്ങ് താഴെ ചെല്ലും കേട്ടോ. കാരണം അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ട്, കാരണം ഇത്രയും വലിയല്ലോ. പിന്നെ നമുക്കൊരു പുൽക്കൂട്, ഉണ്ണീഷു, അങ്ങനെ അത് ആ ഒരു സെറ്റായിരുന്നു കേട്ടോ അതിന് പുറകിൽ. അതില്ലാതെ എന്ത് ശാന്തി ദൂതല്ലേ. അത് പിന്നെ ക്രിസ്മസ് പാപ്പ നല്ല ട്രക്കറിലൊക്കെ കയറി പോകുന്നുണ്ട്. അതിന് പുറകെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ലോറിയിൽ ഇങ്ങനെ ബലൂണൊക്കെ കെട്ടി തൂക്കി ആളുകളാണ്. പക്ഷേ അതിൻ്റെ ഇതിലാണ് കുറേ കുട്ടി മാർപ്പാപ്പന്മാർ നല്ല ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് രക്ഷയില്ലായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടായിരുന്നു ആ കുഞ്ഞുങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും നോക്കിയിരുന്നു നമ്മുടെ മെയിനായിട്ട് ക്രിസ്മസ് പാപ്പ കേട്ടോ. ഇങ്ങനെ നമ്മുടെ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ആർട്ടായിരുന്നു. അതിൽ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട്
മുട്ടായി എറിഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വന്നപ്പോഴേ വന്നു. പക്ഷെ എനിക്കത് ആ സമയത്ത് മുട്ടായി പറക്കണതിൻ്റെ തിരക്കിൽ കൂടുതൽ നമുക്ക് വീഡിയോ ബാക്കി അതിൻ്റെ എടുക്കാനായിട്ട് പറ്റിയില്ല. കാണുന്നത് ഞങ്ങളിപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, അതിലൂടെ വന്നു. അപ്പോഴത്തേക്ക് ഇതാണ്ട് അതിൻ്റെ വണ്ടിയെല്ലാം കടന്നു വന്നു. ഞങ്ങൾക്ക് എന്താണേലും കാണാനുള്ളത് ആ തമ്പോലം ഗ്രൂപ്പിൻ്റെ ബാൻഡ്, ഇത് മേളവും പിന്നെ ആ ചിമ്പാൻസിനെ ആയിരുന്നു കേട്ടോ. ഉള്ള കാര്യം പറയാലോ, അതിൽ ഇച്ചിരി ഓളം ഉണ്ടായിരുന്നത് ആളായിരുന്നു. അതിനെ കാണാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള കുഞ്ഞുമക്കളൊക്കെ നിന്നതും കേട്ടോ. അവർ പറയണത് നമുക്ക് അതിനെ കണ്ടിട്ട് പോകാൻ ചിറ്റേന്നും പറഞ്ഞുകൊണ്ടാണ് നിന്നത്. ബാക്കിയെല്ലാം നല്ലതാണ്, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടമല്ല. അവന് നല്ല കൊട്ടും പാട്ടുമാണ്, അതിനുള്ള താളങ്ങളെല്ലാം ആണ് കേൾക്കാം. നല്ല ബഹളമായിരുന്നു ആ ഒരു ടൈമിലേ, നല്ല രസമായിരുന്നു. പള്ളിമുറ്റമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മെമ്മറി ഫുള്ളായിപ്പോയി. അപ്പോൾ എനിക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. പക്ഷേ മാക്സിമം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിന് ചിമ്പാൻസിക്കുട്ടൻ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ഇന്ന് കണ്ടു കേട്ടോ. പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാവം തോന്നും കേട്ടോ. കാരണം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല ഓളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ഇതിനകത്ത് ഒരു മനുഷ്യനാണ് നിൽക്കുന്നെങ്കിൽ ശരിക്കും ടയേർഡായി കാണും കേട്ടോ. പക്ഷെ നമ്മളെത്ര ഓളം വെക്കും, നമ്മളെ സന്തോഷിപ്പിക്കാനല്ലേ. ഇങ്ങനെയുള്ള വേഷം കിട്ടുമ്പോൾ നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തായിരിക്കും എന്നായിരുന്നു എനിക്ക് കേട്ടോ. ഞാൻ എൻ്റെ ചേച്ചിയോടും പറഞ്ഞു ശരിക്കും ടയേർഡായിട്ടുണ്ട്. പക്ഷെ കുറേ നേരം കളിക്ക് ഇങ്ങനെ കുഴഞ്ഞു പോയി. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്നിട്ടൊരു ചേട്ടൻ നോക്കുന്നുണ്ട്, ഇതെന്താ സംഭവം ഇങ്ങനെ. അപ്പനോട് പറഞ്ഞ് ഏറ് കയറ്റിയതാണോന്ന് അറിയത്തില്ല മോളെ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതും അത്രയും ബഹളത്തിനിടയിലേ. അപ്പം ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ ടയേർഡ് ആയതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ചെന്നിട്ട് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് മാറിപ്പോകാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവുമായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നല്ല ഇതായിരുന്നു. പിന്നെ ഈ തമ്പോലത്തിൻ്റെ ഇതായിരുന്നു കേട്ടോ. തമ്പോലം എന്നും പറഞ്ഞ് ഈ ബാൻഡ് സെറ്റിൻ്റെ ഇവരുടെ എനിക്കറിയില്ല അതിനെപ്പറ്റി. നാസിറ്റോളൊക്കെ പോലെ ഒരു സംഭവം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അത് ഭയങ്കര ഓളം ഭയങ്കര ഓളമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാം കിടന്ന് തുള്ളിപ്പോയി. അമ്മാതിരി ഓളമായിരുന്നു. കണ്ട് അപ്പച്ചന്മാരൊക്കെ തുള്ളുന്നത് അതുപോലെ നല്ലൊരു ഓളമായിരുന്നു അത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇതായിരുന്നു പിന്നെയുള്ള കലാശക്കൊട്ട് കേട്ടോ. അതിന് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ വീട്ടിലോട്ട് നേരെ പോവുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്തേക്കാം കേട്ടോ. നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.